Meet the editors. ഇന്ത്യ ലക്ഷ്യം നേടിയെന്നു തന്നെ സൈന്യവും ഇന്ത്യൻ ജനതയും വിശ്വസിക്കുന്നു. ഈ നിമിഷത്തിൽ ഇന്ത്യൻ സൈന്യത്തിനോടൊപ്പമാണ്. നമ്മൾ മാധ്യമപ്രവർത്തകരും സൈന്യത്തോടൊപ്പം നിന്ന് സൈന്യത്തിൻ്റെ നിർദ്ദേശപ്രകാരം വിവരങ്ങൾ യഥാസമയം ജനങ്ങൾക്ക് നൽകുന്നു. പോസ്റ്റ്മോർട്ടത്തിന് സമയമുണ്ട്. അത് ഈ യുദ്ധസമാനമായ സാഹചര്യം കഴിയട്ടെ. നമുക്കിപ്പോൾ ഉണ്ണി ബാലകൃഷ്ണനുണ്ട്, ആൻഡ് വെഗസ്റ്റിൻ സുജയ ഭാവതി. ഉണ്ണി ബാലകൃഷ്ണൻ, ഇതിപ്പോൾ രാജ്യം അതിന് നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. 99-ന് ശേഷം യുദ്ധസമാനമായ തയ്യാറെടുപ്പുകൾ നമ്മുടെ രാജ്യത്തിന് ഇതാദ്യമാണ്. 23 മിനിറ്റ് കൊണ്ട് 24 മിസൈലുകളിലൂടെ 9 ലൊക്കേഷനുകൾ തകർത്തു. ഇന്ത്യയുടെ നേട്ടത്തെക്കുറിച്ച് നമ്മളെല്ലാവരും അഭിമാനത്തോടു കൂടി പറയുമ്പോൾ മറുഭാഗത്ത് മറ്റൊരു കഥ എഴുതാൻ ശ്രമിക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യയുടെ ഈ സർജിക്കൽ ഓപ്പറേഷനെ താങ്കൾ എങ്ങനെ കാണും? ഞാനിതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണുന്നത് ബഹാവൽപൂരിൽ നടത്തിയ ഇന്ത്യൻ എയർ സ്ട്രൈക്കാണ് കേട്ടോ. കാരണം വെച്ചാൽ നോക്കൂ, ഇപ്പോൾ ഏറ്റവും ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള എയർ സ്ട്രൈക്ക് ബഹാവൽപൂർ എയർ സ്ട്രൈക്കായിരുന്നു. ബാക്കിയെല്ലാം ഏതാണ്ട് ഒരു 6 കിലോമീറ്റർ മുതൽ 30 കിലോമീറ്റർ പരിധിക്കുള്ളിലാണ് ഈ എയർ സ്ട്രൈക്കൊക്കെ നടന്നത്. ബഹാവൽപൂരിൻ്റെ പ്രത്യേകത എന്താണ്? ബഹാവൽപൂരാണ് ഈ പറയുന്ന ജെയ്ഷെ മുഹമ്മദിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. അസർ മസൂദിൻ്റെ സ്ഥലം എന്ന് പറയുന്നത്. അപ്പം അസദ് മസൂറിനെ പോലെയുള്ള ഒരാൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എത്ര പ്രധാനമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കാരണം വെച്ചാൽ 1999 കാൻഡഹാറിലേക്ക് ഇന്ത്യൻ വിമാനം തട്ടിക്കൊണ്ടുപോകും. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ. ഇന്ത്യൻ എയർലൈൻസിൻ്റെ വിമാനം 1999 അഫ്ഗാൻ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി, കാൻഡഹാറിലേക്ക് തട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അവർ തിരിച്ച് അവിടെ 100-300ഓളം പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു. ആ പാസഞ്ചേഴ്സിനെ വിട്ടയക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നോട്ട് വെച്ച ആവശ്യങ്ങളിലൊന്ന് ഈ ജെയ്ഷയുടെ സ്ഥാപകനായിട്ടുള്ള മസൂർ അസദിനെ തിരിച്ചു തരണം എന്നുള്ളതായിരുന്നു. ആ തിരിച്ച് മോചിപ്പിക്കണം എന്ന് പറഞ്ഞ അങ്ങനെ മോചിപ്പിച്ച ആളാണ്. 1999 നമ്മൾ പാകിസ്ഥാൻ വിട്ടുകൊടുത്ത ആളാണ്. അദ്ദേഹമാണ് പിന്നീട് 2001 പാർലമെൻറ്റ് അറ്റാക്ക് മുതൽ 2016 പത്താൻകോട്ട് അറ്റാക്ക് വരെ ആസൂത്രണം ചെയ്തിട്ടുള്ള ആൾ. അപ്പോൾ അങ്ങനെ ഒരാളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു വലിയ ഓപ്പറേഷനാണ് ഇന്ത്യ നടത്തിയെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഞാൻ മുമ്പൊക്കെ മീഡിയ എഡിറ്റോറിയൽ തന്നെ പറഞ്ഞിരുന്ന ഒരു കാര്യം, മീഡിയ എഡിറ്റേഴ്സിൽ തന്നെ പറഞ്ഞിരുന്ന കാര്യം, ഈ പറയുന്ന ഹാഫിസ് സയ്യിദ് ആയിരിക്കും ഒരു പക്ഷേ ഇന്ത്യയുടെ ടാർഗറ്റ് എന്നുള്ളതായിരുന്നു. കാരണം വെച്ചാൽ ഈ അബാട്ടാബോദിൽ നമ്മൾ അമേരിക്ക ഒസാമ ബിൻ ലാഡനെ അറ്റാക്ക് ചെയ്തതുപോലെ ഒരു വലിയ ഓപ്പറേഷൻ ഇന്ത്യ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നും അതേതായാലും പാകിസ്ഥാൻ ഒക്കുപ്പൈഡ് കാശ്മീരോ അല്ലെങ്കിൽ ബലൂചിസ്ഥാനോ ഒന്നും ആയിരിക്കില്ല എന്നും തന്നെയായിരുന്നു എൻ്റെ ഒരു വിലയിരുത്തൽ. ഈ പറയുന്ന ഉറപ്പായിട്ടും നമ്മൾ ഈ പറയുന്ന ഭീകര ക്യാമ്പുകളെ ആക്രമിക്കുമെന്ന കാര്യത്തിലൊരു സംശയവും ഉണ്ടായിരുന്നില്ല. ഈ 9 ടാർഗറ്റുകളും വളരെ പ്രധാനമാണ് കേട്ടോ. 9 ടാർഗറ്റുകളും വളരെ പ്രധാനമായിരിക്കുമ്പോൾ തന്നെ ഈ ബാവൽപൂരിൽ നടന്നിട്ടുള്ള അറ്റാക്ക് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. പക്ഷേ അവിടെ നമുക്ക് മിസ് ചെയ്തത് ഈ പറയുന്ന അസർ മസൂദിനെയാണ്. അപ്പോൾ അവർ എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിൻ്റെ ഏതാണ്ട് 10ഓളം ബന്ധുക്കൾ മരിച്ചു. അത് അദ്ദേഹം തന്നെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ലഷ്കർ എ തൈബ തന്നെയാണ്, അല്ല ജെയ്ഷെ മുഹമ്മദ് തന്നെയാണ് ഒരു വാർത്താക്കുറിപ്പായിട്ട് ഇറക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ രണ്ട് അനന്തരവന്മാർ അദ്ദേഹത്തിൻ്റെ ജീവനോളം പ്രിയപ്പെട്ട സഹോദരി എന്നാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത്. സഹോദരി അടക്കമുള്ള 10 പേരാണ് കൊല്ലപ്പെട്ടത്. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ 4 സഹായികളും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ബങ്കറിലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു പക്ഷേ ഈ ജെയ്ഷെ മുഹമ്മദ് ഈ സ്ഥാപകനെ ടാർഗറ്റ് ചെയ്യാൻ കഴിയുകയും അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്യുമായിരുന്നെങ്കിൽ ഇതൊരു വലിയ സക്സസ് ആകുമായിരുന്നു. ഈ ഓപ്പറേഷൻ വലിയ സക്സസ് ആകുമായിരുന്നു എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പ്രിസിഷനോടെ എന്താ പറയുക, ഒരു സിവിലിയനെ പോലും കൊല്ലാതെ പാകിസ്ഥാനെ ഇല്ലാതാക്കുക എന്നുള്ളതല്ലല്ലോ ഇന്ത്യയുടെ ലക്ഷ്യം. പാകിസ്ഥാനെ ഇല്ലാതാക്കുക, പാകിസ്ഥാൻ ജനതയെ ഇല്ലാതാക്കുക, ആ രാഷ്ട്രത്തെ ഇല്ലാതാക്കുക എന്നുള്ളതൊന്നും ഇന്ത്യയുടെ ലക്ഷ്യമല്ല. മറിച്ച് ആ രാജ്യത്തിൻ്റെ മണ്ണിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഭീകരവാദികളെയും ഭീകര സംഘടനകളെയും ഇല്ലാതാക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ലക്ഷ്യമാണ്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ മാത്രമാണ് ഇന്ത്യയിൽ സമാധാനം ഉണ്ടാക്കാൻ കഴിയുക. നമുക്കറിയാമല്ലോ, ഇന്ത്യയിൽ എപ്പോഴൊക്കെ ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ടോ ആ ഭീകരാക്രമണത്തിൻ്റെയൊക്കെ പിറകിൽ അമേരിക്കയോ ചൈനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യമോ അല്ലല്ലോ, പാകിസ്ഥാൻ തന്നെയായിരുന്നു. എല്ലാ ഭീകരാക്രമണങ്ങളും ആസൂത്രണം ചെയ്യപ്പെട്ടത് പാകിസ്ഥാൻ്റെ മണ്ണിലാണ്. എല്ലാ ഭീകര സംഘടനകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ്റെ മണ്ണിലാണ്. ആ ഭീകര സംഘടനകളെ ഇല്ലാതാക്കിയെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ സമാധാനം സ്ഥാപിക്കാൻ കഴിയൂ. ഏറ്റവും ഒടുവിൽ പഹൽഗാമിലുണ്ടായിട്ടുള്ള ഈ 26 പേരുടെ മരണം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഇനി പൊറുക്കാൻ കഴിയില്ല. നമ്മൾ ഈ പല സമയത്തായിട്ട് ഈ 2001 പാർലമെൻറ്റ് അറ്റാക്കും 2008 മുംബൈ അറ്റാക്കും 2016 പത്താൻകോട്ട് അറ്റാക്കും ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ സംയമനം പാലിച്ചിട്ടുണ്ടെന്നേ നമ്മളങ്ങനെ ഒരു വലിയ ഓൾ ഔട്ട് വാറിലേക്കോ അല്ലെങ്കിൽ വലിയൊരു അറ്റാക്കിലേക്കോ ഒന്നും പോയിട്ടില്ല. എന്നാൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ സിവിലിയൻസ് വലിയ രീതിയിൽ കൊല്ലപ്പെടുക
കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ്. മറ്റ് ഈ സൈനികമായ ആക്രമണങ്ങളോ സൈനികമായി ഒന്നുമല്ല സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരായ മനുഷ്യരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വലിയ രീതിയിലുള്ള ഓപ്പറേഷൻസ് ഇത്തരത്തിലുള്ള സംഘടനകൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൈയും കെട്ടി കാത്തു നിൽക്കാൻ കഴിയില്ല, നിശബ്ദത പാലിക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ഏറ്റവും കൃത്യമായൊരു ആക്രമണമാണ് നടത്തിയിട്ടുള്ളത്. ആ അർത്ഥത്തിൽ ഇന്ത്യയുടെ ആക്രമണം ലക്ഷ്യം കണ്ടു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. വളരെ ശക്തമായ മെസ്സേജാണ് ഈ കാര്യത്തിൽ പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. ആ കാര്യത്തിൽ ഇന്ത്യക്ക് എന്തൊക്കെ പറഞ്ഞാൽ പോലും അന്താരാഷ്ട്രമായൊരു പിന്തുണ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താ വെച്ചാൽ ഇന്നലെ മിനിഞ്ഞാന്ന് UN സെക്യൂരിറ്റി സേനയിൽ നടന്നിട്ടുള്ള യോഗം തന്നെ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണെന്നാണ് ഞാൻ പറയുന്നത്. അവർ വളരെ കൃത്യമായ ചോദ്യങ്ങൾ പാകിസ്ഥാനോട് ചോദിക്കുകയാണ് ചെയ്തത്. നിങ്ങൾ എന്തുകൊണ്ടാണ് മിസൈൽ പരീക്ഷണം നടത്തിയത്, നിങ്ങൾ എന്തിനാണ് അണുആയുധങ്ങൾ പ്രയോഗിക്കുമെന്ന ഇതും ഭീഷണി മുഴക്കുന്നതെന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ആ പാകിസ്ഥാൻ എൻവോയിയെ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, വളരെ കൃത്യമായ ചോദ്യങ്ങൾ ചോദിച്ച് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ക്ലോസ് ഡോർ മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ എന്തെങ്കിലും ഒരു പിന്തുണ അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്ന പാകിസ്ഥാൻ അത് കിട്ടാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ അതുകൊണ്ടാണ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചുള്ള ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നത്, ഒരു വിക്ടിംഹുഡ് നറേറ്റീവാണ് ഉണ്ടാക്കുന്നത്. അതായത് 26ഓളം സിവിലിയൻസ് കൊല്ലപ്പെട്ടു, 46ഓളം കുട്ടികളടക്കമുള്ള ആളുകൾക്ക് പരിക്കേറ്റിരിക്കുന്നു, അപ്പോൾ ഞങ്ങളിങ്ങനെ വലിയ ബുദ്ധിമുട്ടിലായിരിക്കുന്നു. ഈ ടാർഗറ്റുകൾ മുഴുവൻ സിവിലിയൻ കേന്ദ്രങ്ങളാണെന്ന് വരുത്തി തീർക്കാനാണ് ഈ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇതെല്ലാം തന്നെ ഭീകര കേന്ദ്രങ്ങളാണ്, ആ ഭീകർക്ക് പരിശീലനം നടക്കുന്ന സ്ഥലങ്ങളാണ്, ആ സ്ഥലങ്ങളെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്, ആ ലൊക്കേഷനിലാണ് ബോംബിട്ടിരിക്കുന്നത്, ആ രീതിയിലാണ് അക്രമം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വെരി എല്ലാ പ്രിസിഷനോടും കൂടി എന്താ പറയുക, ഒരു നമ്മൾ തന്നെ പറഞ്ഞിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു മൂവ് ആയിരുന്നു നമ്മൾ നടത്തിയിട്ടുള്ളത്. നമ്മൾ ഉത്തരവാദിത്വത്തോടുകൂടിയാണ് ആ മൂവ് നടത്തിയിട്ടുള്ളത്. നമ്മളെ തന്നെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ പോലും ഒരു സിവിലിയൻ ഏരിയയിലേക്കോ അല്ലെങ്കിൽ ഒരു മിലിറ്ററി ഏരിയയിലേക്കോ കടന്നു പോകാതെ, ഒരു സിവിലിയൻ പോലും കൊല്ലപ്പെടാതെ ആ രീതിയിലുള്ളൊരു ആസൂത്രണമാണ് നടത്തിയത്. ആ ആസൂത്രണം ഫലവത്താവുക തന്നെ ചെയ്തു. നിശ്ചയമായും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ കനത്ത തിരിച്ചടിയാണ്. ഒരു നല്ല മറുപടിയാണ് ഇന്ത്യ ഈ കാര്യത്തിൽ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഒരിക്കലും യുദ്ധത്തിൻ്റെ പക്ഷത്തല്ല കേട്ടോ. യുദ്ധം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുമല്ല നമ്മൾ. ഒരു യുദ്ധം ഉണ്ടാകാൻ പാടില്ലെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എത്ര ശത്രുവായാൽ പോലും ശത്രു രാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന യുദ്ധത്തിൽ എന്താ സംഭവിക്കുന്നത്? സാധാരണക്കാരായ നിഷ്കളങ്കരായ നിസ്സഹായരായ മനുഷ്യരാണ് കൊല്ലപ്പെടുക. എന്തൊരു കൊളാറ്ററൽ ഡാമേജാണ് ഉണ്ടാവുക, സാമ്പത്തികമായി എന്തൊരു വലിയ നഷ്ടമാണ് ഉണ്ടാവുക. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവണം നമ്മൾ ആരും ആഗ്രഹിക്കുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരായ മനുഷ്യർ സുരക്ഷിതരായിട്ട് ജീവിക്കണ്ടേ? നമുക്കൊരു ടൂറിസം സ്ഥലത്തേക്ക് പോകാൻ പറ്റണ്ടേ? നമുക്കൊരു ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റണ്ടേ? നമുക്കൊരു ഉത്സവപ്പറമ്പിൽ പോകാൻ പറ്റണ്ടേ? നമുക്കൊരു മാർക്കറ്റിൽ പോകാൻ പറ്റണ്ടേ? ഈ സാഹചര്യങ്ങളില്ലാതിരുന്നാൽ പിന്നെ എങ്ങനെയാണ് നമുക്കൊരു സ്വതന്ത്രമായ ജീവിതം ഉണ്ടാവുക? അത് ഉറപ്പാക്കുക എന്നുള്ളതല്ലേ ഒരു സർക്കാരിൻ്റെ ദൗത്യം. അങ്ങനെ ഉറപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട സർക്കാരിന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മുമ്പിൽ നിശബ്ദരായി നിൽക്കാൻ കഴിയില്ല. സോ അത് സ്ട്രൈക്ക് ചെയ്തേ കഴിയുമായിരുന്നു. നമ്മളവിടെ എത്തിച്ചതാണ്. ആ രീതിയിലേക്ക് വലിയ സമ്മർദ്ദം ഇന്ത്യക്ക് മുന്നിൽ വന്നു വീണതാണ്. ആ സമ്മർദ്ദത്തോട് വളരെ ശക്തമായും ശാസ്ത്രീയമായും നമ്മൾ പ്രതികരിച്ചു എന്നുള്ളതാണ്. ആ കാര്യത്തിൽ നമ്മൾ ഇന്ത്യൻ സേനയെ അഭിനന്ദിക്കുന്നു. കൃത്യമായ മൂവാണ്. ഇന്ത്യൻ സർക്കാരിനെ അഭിനന്ദിക്കുന്നു. കൃത്യമായ മൂവാണ്. വലിയ തിരിച്ചടിയാണ് പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്ന കാര്യത്തിലൊരു തർക്കവുമില്ല. ഇതിനെ ഒരു എന്താ പറയുക, ഒരു മുന്നറിയിപ്പായി മനസ്സിലാക്കിക്കൊണ്ട് പാകിസ്ഥാൻ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യണം. പാകിസ്ഥാൻ ഈ കോണ്ടിനെന്റിൽ സമാധാനം സ്ഥാപിക്കുന്നതിന് പാകിസ്ഥാൻ വലിയ റോളാവുള്ളത് കേട്ടോ. പാകിസ്ഥാനെ പോലെ ഈ പറയുന്ന ദക്ഷിണേഷ്യയിൽ വേറൊരു പ്രശ്നം ഉണ്ടാക്കുന്ന രാഷ്ട്രം വേറെ ഇല്ല. അപ്പോൾ പാകിസ്ഥാൻ വിചാരിച്ചാൽ തന്നെ ഈ കോണ്ടിനെന്റിൽ, നമ്മുടെ ഈ സബ് കോണ്ടിനെന്റിൽ ഒരു സമാധാനം സ്ഥാപിക്കാൻ കഴിയും. അപ്പോൾ ആ സമാധാനത്തിന് വേണ്ടി പാകിസ്ഥാൻ തയ്യാറാകണം എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഈ വിഷയത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ രണ്ട് തരം ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒന്ന്, യുദ്ധം നമുക്ക് അവസാനിപ്പിച്ചേ മതിയാകൂ എന്ന മട്ടിലുള്ള വലിയ സാമൂഹിക പ്രചരണം നടക്കുന്നുണ്ട്. നമ്മളെല്ലാം ആരും യുദ്ധത്തിന് അനുകൂലിക്കുന്ന മനുഷ്യരല്ലല്ലോ. യുദ്ധം ഒരു നാടിന് കൊണ്ടുവരുന്ന സമാധാനമില്ലായ്മ എന്താണ് എന്നുള്ളത് നമ്മൾ എത്രയോ തവണ വായിച്ചറിഞ്ഞിട്ടുള്ളതാണ്, പഠിച്ചറിഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ പ്രശ്നം അതെന്താണ്? രാജ്യം അപകടകരമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ പാകിസ്ഥാനെ പോലെ ഒരു ഭീകര രാഷ്ട്രം, ഞാൻ അങ്ങനെ തന്നെ പറയും, ഇറ്റ്സ് എ ടെററിസ്റ്റ് കൺട്രി എന്ന് തന്നെ പറയേണ്ടി വരും. അതല്ലെങ്കിൽ ഭീകരവാദികളുടെ ആശുപത്രിയിൽ പോയി അവരെ സന്ദർശിക്കാൻ എങ്ങനെയാണ് പാക് പ്രതിരോധ മന്ത്രിക്ക് കഴിയുക? അതുകൊണ്ട് പാകിസ്ഥാനെ പോലെ ഒരു ടെററിസ്റ്റ് കൺട്രിക്ക് ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവിതം അരക്ഷിതമാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിൽ സമാധാനത്തെക്കുറിച്ചും യുദ്ധമില്ലായ്മയെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. പക്ഷേ അതൊരു വലിയ ഈ നിമിഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം പാകിസ്ഥാൻ്റെ ഈ ക്യാമ്പുകളെ പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാതെ നമ്മുടെ രാജ്യത്ത് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയില്ല എന്നത് വസ്തുതയാണ്. ഞാനിത് പറയാനുള്ള കാരണം, ഇപ്പോൾ ഒരുപാട് ആളുകൾ ഷെയർ ചെയ്ത ഒരുപാട് സന്ദേശങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ചില ആളുകൾ എടുക്കുന്ന നിലപാട് കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ് ഉണ്ണി ബാലകൃഷ്ണൻ. അതായത് ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്ത് ഹമാസിനെയും ഇസ്രായേലിനെയും തമ്മിൽ, അല്ലെങ്കിൽ പാലസ്തീനെയും ഇസ്രായേലിനെയും തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് ഹമാസ് അയച്ച 5000 റോക്കറ്റുകൾ ഇസ്രായേലിൽ പതിക്കുമ്പോൾ അതിനെതിരെ വിമർശിക്കുന്ന ആളുകളെ വിമർശിച്ചുകൊണ്ട് എഴുതുന്ന അതേ മനുഷ്യർ തന്നെ ഇപ്പോൾ ഇന്ത്യയിലെ 26 പേരുടെ ജീവനെടുത്ത, 25 ഇന്ത്യക്കാരുടെയും ഒരു നേപ്പാളിയുടെയും ജീവനെടുത്ത ഒരു വലിയ കൂട്ടക്കുരുതിയിൽ ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ, അതും ഒരു സിവിലിയൻ്റെ രക്തം പോലും ചിന്താതെ തിരിച്ചടിക്കുമ്പോൾ
യുദ്ധം എന്ന് പറയുന്നത് എന്തോ ഒരു വലിയ സംഭവമാണെന്നും നിങ്ങൾ സമാധാനത്തിന് വേണ്ടിയാണ് നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കേണ്ടതെന്നും ആഗ്രഹിക്കേണ്ടതും എന്ന നിലയിൽ പ്രചരിപ്പിക്കുന്നത് കാണുന്നതിനകത്ത് എനിക്കൊരു അസ്വസ്ഥതയുണ്ട്. കാരണം ഈ സമയത്ത് നമ്മൾ ആരും യുദ്ധത്തിനോടൊപ്പമല്ല, പക്ഷേ സൈന്യത്തോടൊപ്പമാണ്. കാരണം ഈ രാജ്യത്തിൻ്റെ സുരക്ഷിതാവസ്ഥയെ അനുനിമിഷം ദുർബലമാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇത്തരത്തിലുള്ള ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ ചില താല്പര്യങ്ങളുടെ സങ്കുചിതമായ താല്പര്യങ്ങളുടെ പേരിലുള്ള ആശയപ്രചരണങ്ങളിൽ ആരും വീണു പോകരുത് എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഭീകരവാദത്തിനെതിരാവണ്ടേ? ഭീകരവാദികളെ നിങ്ങൾക്ക് തുടച്ചു നീക്കണ്ടേ? ആ ഭീകരവാദികളെ തുടച്ചു നീക്കുക എന്നതാണ്. ആ ഭീകരവാദികൾ എവിടെയുണ്ടെങ്കിലും അവരെ തുടച്ചു നിൽക്കണം എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. ആ ഭീകരവാദികൾക്കൊപ്പം ഒരു തരത്തിലുള്ള ഐക്യവും നമുക്കുണ്ടാവാൻ പാടില്ല. അതാത് രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. അതല്ലെങ്കിൽ ഒരു ആലോചിച്ച് നോക്കൂ, പഹൽഗാമിൽ കാഴ്ച കാണാൻ പോയി 26 പേരിൽ 25 ഇന്ത്യക്കാരിൽ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടത് അവർ വിശ്വസിച്ച് വന്നത് ഈ രാഷ്ട്രത്തെയല്ലേ? ആ രാഷ്ട്രത്തിന് അവരോടൊരു ബാധ്യതയില്ലേ? 164 പേരുടെ ജീവനല്ലേ 2008 നഷ്ടപ്പെട്ടത്? മുംബൈയിൽ പലയിടങ്ങളിലായിട്ട് നടന്ന ബോംബ് ആക്രമണങ്ങളിൽ നേരിട്ട് പോയി ഫയർ ചെയ്യുകയായിരുന്നില്ലേ? ആ മനുഷ്യരൊക്കെ മുംബൈയിൽ സാധാരണ തെരുവുകളിൽ അവരുടെ ജീവൻ സന്ധാരണത്തിനായി ഇറങ്ങിയ മനുഷ്യരല്ലേ? അവരെ പോലെ ഇനി എത്ര മനുഷ്യർ മുംബൈയിലും ഡൽഹിയിലും കാശ്മീരിലുമൊക്കെ സന്ദർശിക്കാനിരിക്കുന്നു? ഇവരുടെയൊക്കെ ജീവൻ സുരക്ഷിതമാണ് എന്ന് ഈ സർക്കാർ ഉറപ്പ് നൽകണമെങ്കിൽ അതിർത്തി കടന്നു വരുന്ന തീവ്രവാദത്തെ അവസാനിപ്പിച്ചേ പറ്റൂ. അതുകൊണ്ട് കയ്യടി കിട്ടുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകളുമായിട്ട് നിറയലല്ല, യാഥാർത്ഥ്യത്തെ അംഗീകരിക്കലാണ് ആവശ്യം എന്നതാണ് എൻ്റെ ടേക്ക്. ഞാൻ ഈ നിമിഷവും ഈ ഏത് യുദ്ധസമാനമായ സാഹചര്യത്തിലും ഇന്ത്യൻ സൈന്യത്തോടൊപ്പമാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് 2 കാര്യങ്ങൾ ഞാൻ പറയാം. നമ്പർ 1, ഈ ഇന്നത്തെ 9 അറ്റാക്കുകൾ, നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ ബഹാവൽപൂരിലെ അറ്റാക്ക്, അതേപോലെ തന്നെ മുരളിക്കിലെ അറ്റാക്ക്, ഇത് രണ്ടും പ്രധാനപ്പെട്ടതാണ്. ഈ 3 അറ്റാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന് ബഹാവൽപൂരിലേത് അങ്ങ് പറഞ്ഞു കഴിഞ്ഞു. അവിടെ മസൂദ് അസറിനെ, ജെയ്ഷെയുടെ ഭീകരവാദികളെ വളരെ കൃത്യമായിട്ട് തന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു നീക്കമായിരുന്നു. 10 കൂട്ടാളികളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിൽ സ്വാഭാവികമായും 10 ബന്ധുക്കളുണ്ട്. അതിൽ തന്നെ 2 പേർ ജെയ്ഷെ മുഹമ്മദിന്റെ മുന്നണി പോരാളികളാണെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ലഷ്കർ ഇ തോയ്ബയുടെ ഒരു കമാൻഡറെ കൊലപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ, മറ്റൊരു ക്യാമ്പിൽ നടത്തിയ ആക്രമണത്തിൽ. 80 ഭീകരരെയാണ് നമ്മൾ ഇപ്പോൾ വധിച്ചിരിക്കുന്നത് എന്നതാണ് അനൗദ്യോഗികമായ റിപ്പോർട്ട്. ഞാൻ ബഹാവൽപൂരിനോടൊപ്പം തന്നെ പ്രാധാന്യത്തോടു കാണുന്ന ഒന്നാണ് മുരളിക്കിലെ ക്യാമ്പിൽ നടത്തിയിരിക്കുന്ന ആക്രമണം. മുരളിക്കിലെ ക്യാമ്പിൽ എന്താ ആക്രമണമാണ് നടത്തിയത്? എന്താ മുരളിക്കിലെ ക്യാമ്പിന്റെ പ്രത്യേകത? മുരളിക്കിലെ ക്യാമ്പിലാണ് അജ്മൽ കസബും ഡേവിഡ് കോഹ്ലിയും യഥാർത്ഥത്തിൽ എന്താ ചെയ്തത്? മുംബൈ ഭീകരാക്രമണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയത്. ഈ ഭീകരരുടെ ട്രെയിനിങ് കേന്ദ്രമായിരുന്നു യഥാർത്ഥത്തിൽ ഈ മുരളിക്കിലെ ക്യാമ്പ് എന്ന് പറയുന്നത്. ഞാൻ മുരളിക്കിലെ വിശേഷിപ്പിക്കുക ടെറർ നഴ്സറി എന്നാണ്. അങ്ങ് പറഞ്ഞ ബഹാവൽപൂർ ടെറർ യൂണിവേഴ്സിറ്റിയാണ്. മുസാഫർബാദ് എന്ന് പറയുന്നത് പാക് ഒക്കുപ്പൈഡ് കാശ്മീർ എന്ന് പറയുന്നത് ഒരു ലോഞ്ചിങ് പാടാണ്. അപ്പോൾ ഈ 3 സ്ഥലങ്ങളിലും അറ്റാക്ക് നടത്താൻ വേണ്ടി ഇന്ത്യൻ ആർമി തിരഞ്ഞെടുത്തു എന്ന് പറയുന്നതിൽ തന്നെയുണ്ട് ആ ജാഗ്രതയും മിലിറ്ററി ബ്രില്യൻസും. അതുകൊണ്ട് ഞാൻ സൈന്യത്തെ ആ അർത്ഥത്തിൽ അഭിനന്ദിക്കുകയാണ്. സൈന്യത്തിനൊരു സല്യൂട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ കേന്ദ്രങ്ങൾ ബഹാവൽപൂരിലേക്ക് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ അറ്റാക്ക് ചെയ്തതിന് ശേഷം ഈ 100 കിലോമീറ്റർ അകലെയുള്ള ബഹാവൽപൂരിലെ ക്യാമ്പിൽ സേഫായി പോയി ഹൈഡ് ചെയ്യുന്ന ഭീകരരുടെ കഥകളാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. എപ്പോൾ നമ്മൾ ഒരു ഇന്ത്യയിൽ ഭീകരാക്രമണം നടന്നാലും ഭീകരവാദികൾ ഒളിച്ചിരിക്കുന്ന സങ്കേതങ്ങളിൽ ഒന്നാണ് ബഹാവൽപൂർ എന്ന് പറയുന്നത്. മുസാഫറാബാദ് 31 കോപ്സ് എന്ന് പറയുന്ന ഈ പാകിസ്ഥാൻ സേനയുടെ ആസ്ഥാനമാണ് ബഹാവൽപൂർ. വലിയ കവറാ, വലിയ കവറാണ്. ഡെൻസിലി പോപ്പുലേറ്റഡ് ഏരിയ ആണ്. 3 തരത്തിലുള്ള സുരക്ഷാ സംവിധാനമുള്ള ഒരു 3 ടയർ സുരക്ഷാ സംവിധാനമുള്ള മേഖലയാണ്. അതുകൊണ്ടാണല്ലോ ജെയ്ഷെയുടെ ഭീകരൻ ഈ മസൂദ് അസറിനെ പോലെയുള്ള ആളുകൾ, ഹഫീസ് സയ്യിദിനെ പോലെയുള്ള ആളുകൾ ഈ ക്യാമ്പുകളുടെ ചുറ്റുമുള്ള വലിയ സംരക്ഷണ വലയത്തിൽ കഴിയുന്നത്. ആരുടെയൊക്കെ സംരക്ഷണം ഇവർക്ക് ലഭിക്കുന്നത്? 1 ലഷ്കർ ഇ തോയ്ബയുടെ, 2 ജെയ്ഷെ മുഹമ്മദിന്റെ, ഹിസ്ബുൾ മുജാഹിദീന്റെ, തീർന്നില്ല അവിടെയുള്ള പാക് പോലീസിന്റെ, പാക് ആർമിയുടെ, ISIയുടെ. ഇനി ഇതൊന്നും കൂടാതെ അവിടുത്തെ നഗരങ്ങളിലെ മദ്രസകൾ കേന്ദ്രീകരിച്ചും അവിടുത്തെ മോസ്കുകൾ കേന്ദ്രീകരിച്ചും നടത്തുന്ന റിലീജിയസ് ഫണ്ടമെന്റലിസ്റ്റ് ഗ്രൂപ്പുകളുടെ നൈബർഹുഡുകളുടെ സുരക്ഷ. ഈ 6-7 ലെയർ സംവിധാനത്തിനുള്ളിലാണ് ഈ പറയുന്ന ഭീകരരിൽ നിന്ന് ഇന്ത്യയെ വെല്ലുവിളിക്കുന്നത്. അവന് ധൈര്യമുണ്ടോ ഈ പറയുന്നത് പോലെ പാകിസ്ഥാന്റെ തെരുവുകളിൽ ഒന്ന് ഇറങ്ങി നടന്നാൽ? ഇന്ത്യയുടെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങിന്റെ കൃത്യമായ കാൽക്കുലേഷനാണ് ഈ 21 സ്പോട്ട് ചെയ്തിരിക്കുന്ന മാർക്കുകൾ എന്ന് പറയുന്നത്. ഐ അപ്രീഷിയേറ്റ് ദി ഇന്റലിജൻസ് ഏജൻസി ഇൻ ഇന്ത്യ. നിങ്ങൾ ഇന്റലിജൻസിന്റെ വീഴ്ചയെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചല്ലോ. പക്ഷേ ഈ 21
നിന്ന് സ്പോട്ടുകൾ തിരഞ്ഞെടുക്കാൻ ഇന്ത്യൻ ഇന്റലിജൻസ് സംവിധാനം കാണിച്ച ജാഗ്രതയെ നമ്മൾ അഭിനന്ദിക്കുന്നത് അതുകൊണ്ടാണ്. ഈ മുസാഫറാബാദ് തിരഞ്ഞെടുത്തത് വെറുതെയാണോ? മുസാഫറാബാദ് അവിടെ ഈ ഹിസ്ബുൾ മുജാഹിദീൻ്റെ ചീഫിനെ വളരെ കൃത്യമായി നമ്മൾ വിലയിട്ട് ഇനിയും തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ്. ഹിസ്ബുൾ മുജാഹിദീൻ്റെ കൂടി ട്രെയിനിങ് യാർഡാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ തിരഞ്ഞെടുത്ത എല്ലാ സ്ഥലങ്ങളിലും കാണിച്ചിരിക്കുന്ന ബ്രില്യൻസ് അഭിനന്ദനാർഹമാണ് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. 2, ഇതിൽ പ്രധാനമന്ത്രിയുടെ ലീഡർഷിപ്പിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും എന്തൊക്കെ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും പ്രധാനമന്ത്രിയുടെ ലീഡർഷിപ്പിനെ അഭിനന്ദിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ ഇപ്പോൾ സ്കാൾപ്പ് മിസൈലിനെ കുറിച്ച് പറഞ്ഞു. സ്കാൾപ്പ് മിസൈലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനൊരു പേരുണ്ട്. എന്താണെന്നറിയാമോ? സ്റ്റോം ഷാഡോ എന്നാണ് അതിനെ വിളിക്കുക. എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റിൻ്റെ നിഴൽ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വരുന്നത് കൊടുങ്കാറ്റാണെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്കൊരു ചെറിയ ഷാഡോ പോലെയാണ് തോന്നുക, നിങ്ങൾക്കൊരു മന്ദമാരുതനാണെന്ന് തോന്നും. പക്ഷേ വന്ന് പ്രഹരമേൽപ്പിക്കുമ്പോഴാണ് അതൊരു കൊടുങ്കാറ്റായിട്ട് മാറുന്നത്. യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ചെയ്തതും അങ്ങനെയായിരുന്നില്ലേ? ഞാൻ യഥാർത്ഥത്തിൽ ഇന്ന് രാജ്നാഥ് സിംഗ് കൊടുത്ത ഉപമയെ അനുകൂലിക്കുന്ന ഒരാളാണ്. നമുക്ക് വേണമെങ്കിൽ വിശാലമായ അർത്ഥത്തിൽ പറയാം, ഒരു സെക്കുലർ രാഷ്ട്രത്തിൽ നിങ്ങൾക്ക് രാമായണവും ഹനുമാനെയും ഈ പറയുന്ന സിന്ദൂരത്തെക്കുറിച്ചും ഒക്കെ പറയാൻ കഴിയുമോ? നോക്കൂ, ഇന്ത്യൻ ആർമി എന്ന് പറയുന്നത് ഒരു ഭരണഘടനയെ പോലെയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇന്ത്യൻ ആർമിയുടെ റെജിമെൻറ്റുകളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള വിഭാഗങ്ങൾ അവിടെയുണ്ട്, പല റെജിമെൻറ്റുകളുണ്ട്. ആ റെജിമെൻറ്റുകൾ ഭാഷയുടെ പ്രദേശത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട പഴയ റെജിമെൻറ്റുകളുടെ തുടർച്ചയാണ്. പക്ഷേ അവരപ്പോഴും അവരുടെ റെജിമെൻറ്റുകളെക്കുറിച്ച് വലിയ അഭിമാനമുള്ള മനുഷ്യരാണ്. ആ റെജിമെൻറ്റുകളിൽ പലതരത്തിലുള്ള മോസ്കുകൾ നിങ്ങൾക്ക് കാണാം, അമ്പലങ്ങൾ കാണാം, പള്ളി കാണാം, ഗുരുദ്വാര കാണാം. ഇത് എല്ലാം നടത്തുന്നത് ആർമിയാണ് നടത്തുന്നത്. നമുക്ക് പറയാം ഒരു സെക്യുലർ രാജ്യത്ത് ആർമിക്ക് ഇത് നടത്തേണ്ട അവകാശമുണ്ടോ? അങ്ങനെയല്ല. ആർമിയുടെ വാല്യർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ വിഷയമല്ല. പക്ഷേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഉപമ ഈ അർത്ഥത്തിൽ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ ആർമിയെ പ്രചോദിപ്പിക്കാൻ ശക്തമാണ്. എന്താണ് രാജ്നാഥ് സിംഗ് ഉപയോഗിച്ചിരിക്കുന്ന ഉപമ? രാമായണത്തിലെ അശോകവനത്തിലെ കഥയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞത്? നമ്മുടെ ശുഭാംശു ത്രിവേദിയോട് പറഞ്ഞത് എന്താ? ത്രിവേദിയോട് പറഞ്ഞ വാചകം, ഭീകരൻ ക്ലോസ് റേഞ്ചിൽ തോക്ക് വെച്ചിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: അവർ കേണപേക്ഷിക്കുന്നു, നിങ്ങൾ എൻ്റെ ഭർത്താവിനെ കൊന്നു, നിങ്ങൾ എന്നെ കൂടി കൊന്നോളൂ എന്നാണ് പറയുന്നത്. പക്ഷേ ശുഭത്തോട് ആ തീവ്രവാദി പറയുന്ന വാചകം ഇതാണ്: നിങ്ങളെ കൊല്ലില്ല, പോയി മോദിയോട് പറയൂ എന്നാണ് പറയുന്നത്. ഇതല്ലേ യഥാർത്ഥത്തിൽ സീതയെ തിരക്കി വന്ന ഹനുമാനോട് രാവണൻ പറയുന്ന വാചകമാണ്: പോയി രാമനോട് പറയൂ എന്ന് പറഞ്ഞതിൻ്റെ മറ്റൊരാവർത്തനമാണ്. ഇത് കേട്ട് ഹനുമാൻ വെറുതെ പോവുകയല്ല ചെയ്തത്. ഹനുമാൻ എന്താണ് ലങ്കയിൽ ചെയ്തത്? സമാനമായ കാര്യമാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ ചെയ്തിരിക്കുന്നത് എന്നതാണ് ഉപമ. ഇതൊക്കെ ഒരുതരം വാലർ, പ്രതീകാത്മകമായ കാര്യങ്ങളാണ്. അതിനെ ഒന്നും ഈ അർത്ഥത്തിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് കൊണ്ട് വിലയിരുത്താൻ നമുക്ക് കഴിയില്ല. ഓപ്പറേഷൻ സിന്ദൂർ നോക്കൂ, അതിനുശേഷം അത് വ്യക്തമാക്കാൻ വന്നിരിക്കുന്ന നമ്മളുടെ വളരെ ധീരയായിട്ടിരിക്കുന്ന നമ്മളുടെ വനിതാ പോരാളികൾ അവർ നടത്തിയ പ്രസ് ബ്രീഫിംഗ്, ഇതൊക്കെ പ്രതീകാത്മകമാണ്. ആ അർത്ഥത്തിൽ അത് തിരഞ്ഞെടുത്ത ആ പ്രതീകാത്മകമായിട്ടുള്ള സ്വഭാവം അതിനൊരു വൈകാരികമായ ഭാവം കൂടി കൊടുക്കും. ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ രാജ്യത്തെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകുന്നതൊക്കെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ എവിടെയായിരുന്നു? ഈ സമയത്ത് അറ്റാക്ക് നടക്കുന്ന സമയത്ത് എന്തെങ്കിലും സൂചനകൾ കൊടുത്തോ? മോക്ക് ഡ്രില്ലിന് വേണ്ടി രാജ്യം ഒരുങ്ങുകയായിരുന്നില്ലേ? മോക്ക് ഡ്രിൽ കഴിഞ്ഞതിന് ശേഷം ഒരു തിരിച്ചടി എന്ന് കരുതിയ പാകിസ്ഥാന് മോക്ക് ഡ്രിൽ തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് തിരിച്ചടി കൊടുത്തില്ലേ? ഇതേ സാഹചര്യമായിരുന്നില്ലേ? ഇന്നലെ ഞാൻ മനസ്സിലാക്കുന്നത് നരേന്ദ്രമോദി അവസാനം പങ്കെടുത്ത ചടങ്ങെന്ന് പറയുന്നത് ഏതൊരു മാധ്യമ സ്ഥാപനത്തിൻ്റെ പരിപാടിയിൽ ഇന്നലെ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. രാജ്യത്തെ വികസന പദ്ധതികൾ മഹാരാഷ്ട്രയിൽ അദ്ദേഹം പ്രസംഗിച്ചു, ബീഹാറിൽ പ്രസംഗിച്ചു, അതിനുശേഷം വിഴിഞ്ഞത്ത് വന്ന് പ്രസംഗിച്ചു, ആന്ധ്രാപ്രദേശിൻ്റെ തലസ്ഥാനത്തെ രാജ്യത്തിന് സമർപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള പ്രോജക്റ്റിലും അദ്ദേഹം പങ്കെടുത്തു. അതിനുശേഷം ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ മറ്റൊരു പരിപാടിയിൽ ഒരു സൂചനയെങ്കിലും നൽകിയോ ഈ മിലിറ്ററി ആക്ഷൻ? ആ മുഖത്ത് ഇത്തരം മിലിറ്ററി ആക്ഷൻ നടക്കാൻ പോകുന്നതിന് മുമ്പ് ഇതറിയാമായിരുന്ന ഒരു പ്രധാനമന്ത്രിയുടെ എന്തെങ്കിലും ഭാവം പ്രധാനമന്ത്രിക്കുണ്ടായിരുന്നു? സമാനമായ രീതിയിലായിരുന്നില്ലേ 2019 ആക്രമണം നടക്കുന്ന സമയത്ത്, ബാലാക്കോട്ടയിൽ സർജിക്കൽ സ്ട്രൈക്ക് നടക്കുന്ന സമയത്ത് അന്നും ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ കോൺക്ലേവിൽ പങ്കെടുക്കുകയായിരുന്നു. ആ മണിക്കൂറുകൾക്കുള്ളിൽ പുലർച്ചയോടുകൂടി, അന്ന് ഫെബ്രുവരി 25 പങ്കെടുക്കുന്നു, 26-ാം തീയതി രാവിലെ അടിക്കുന്നു. വാർ മെമ്മോറിയലിൽ പോയി സൈനികർക്ക് ആദരമർപ്പിച്ചുകൊണ്ട് വാർ മെമ്മോറിയൽ രാജ്യത്തിന് സമർപ്പിക്കുന്നു. ഒരു സൂചനയും മോദി നൽകിയില്ല. ആ മുഖത്തൊന്നും വായിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. ആ ബോഡി ലാംഗ്വേജ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് ആ ബോഡി ലാംഗ്വേജ് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയായി മാറുന്നത് എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ഈ രാജ്യത്ത് ഈ നിമിഷം നമ്മൾ നടത്തിയ ഈ മിലിറ്ററി മൂവ്മെൻറ്റിനെ ഏതർത്ഥത്തിൽ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. ഇനി മറുഭാഗം തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. തെളിവുകൾ വരട്ടെന്നേ. പാകിസ്ഥാൻ കൊണ്ടുവരുന്ന തെളിവുകൾ വിശ്വസിക്കാൻ തൽക്കാലം സൗകര്യമില്ല. ദ ഹിന്ദു പോലും അവരുടെ എക്സ്ട്രീറ്റ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യൻ ജെറ്റിനെ വെടിവെച്ച് വീഴ്ത്തിയെന്ന് ആഘോഷിക്കുന്ന ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് മാത്രമേ ഈ ഘട്ടത്തിൽ ഇപ്പോൾ പറയാനുള്ളൂ. അല്ലെങ്കിൽ മറിച്ച് തെളിവുകൾ കൊണ്ടുവരട്ടെ. ആ തെളിവുകൾ വരുന്ന ഘട്ടത്തിൽ നമുക്ക് സംസാരിക്കുകയും ചെയ്യാം എന്നതാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് ഈ ഓപ്പറേഷൻ സിന്ദൂരിനോട് പൂർണ്ണ ഐക്യദാർഢ്യം നമ്മൾ എല്ലാവരും പ്രകടിപ്പിക്കുന്നു. അതിലുള്ള സ്റ്റേറ്റ്മാൻഷിപ്പിനെ, മിലിറ്ററി ബ്രില്യൻസിനെ നമ്മൾ അഭിനന്ദിക്കുക കൂടി ചെയ്യുന്നു. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. എന്തുകൊണ്ട് പാകിസ്ഥാൻ ഇങ്ങനെയെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത്
ലോകത്ത് പാകിസ്ഥാന് സംഘടിതമായി ആ രാജ്യസ്നേഹം പ്രകടിപ്പിക്കാൻ കിട്ടിയ ഒരേ ഒരു മുതൽ എന്ന് പറയുന്നത് ആ രാജ്യത്തെ ആർമി മാത്രമായിരുന്നു. അവിടെ ഇല്ലാതെ പോയത് അവിടെ ദേശസ്നേഹം വളർത്താൻ കഴിയുന്ന ജനാധിപത്യവും ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സർക്കാർ സംവിധാനവും ഇല്ലാതെ പോയി. അതും പാകിസ്ഥാന് അനുവാദരഹിതമായി കിട്ടിയ സൈന്യത്തിൻ്റെ അളവാണ് പാകിസ്ഥാൻ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. എന്നാൽ ഇന്ത്യക്കോ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യക്ക് കിട്ടിയ കരുത്ത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ സംവിധാനവും അതിനെ പിൻപറ്റുന്ന ഒരു ജനതയുമാണ്. ആ സിവിൽ സൊസൈറ്റിയുടെ കരുത്തിലാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. പക്ഷേ പാകിസ്ഥാൻ പോകുന്നതോ മിലിറ്ററിയുടെ കരുത്തിലും. ഇതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് പാകിസ്ഥാൻ എന്തായാലും നന്നാവാൻ പോകുന്നില്ല. പക്ഷേ ഇന്ത്യൻ മണ്ണിൽ വന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇതാണ് നിങ്ങൾക്ക് തിരിച്ചടി എന്നുള്ളത് പാകിസ്ഥാൻ്റെ ട്രെയിനിങ് ക്യാമ്പുകളിൽ പോയി നമ്മൾ നടത്തി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ ഓപ്പറേഷൻ എന്നുള്ളത് മിലിറ്ററിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഒരു വിജയിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു മിഷനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി പാകിസ്ഥാൻ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത്. മാൻഡു, ഭാരതാംബയുടെ മക്കളുടെ സിന്ദൂരം മായ്ച്ച പാകിസ്ഥാൻ്റെ വീട്ടിൽ കയറി അടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. വലിയ രീതിയിലുള്ള അറ്റാക്കാണ്. പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഒരു അറ്റാക്ക് പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മുടെ മോക്ട്രിലിനെ പ്രതീക്ഷിച്ച് മോക്ട്രിലോ കഴിഞ്ഞ് വലിയ രീതിയിൽ പ്ലാനിങ്ങോട് കൂടിയിട്ട് ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് വിചാരിച്ചിരുന്ന പാകിസ്ഥാൻ മോക്ട്രിലിന് മുൻപ് മണിക്കൂർ മുമ്പിൽ തിരിച്ചടിച്ചു എന്നുള്ളതാണ്. എന്താണ് ഈ മസൂദ് അസറിൻ്റെ കുടുംബത്തെ തീർത്തു എന്നുള്ളതാണ്. കാരണം ആ മസൂദ് അസർ ഇത്രയും വലിയൊരു അറ്റാക്ക് അടുത്ത കാലത്തൊന്നും നേരിട്ടിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എന്താണ് ഈ പഹൽഗാമിലെ 26ഓളം വരുന്ന ഇന്ത്യയുടെ മക്കളുടെ നെറ്റിയിൽ ചൂണ്ടിയിട്ട് പറയുന്നത് നിങ്ങൾ നരേന്ദ്രമോദിയോട് പോയി പറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നരേന്ദ്രമോദിയോട് പോയി പറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇന്ത്യ കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ്. ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളാണ് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പാകിസ്ഥാനെ തിരിച്ചടിക്കുക എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 14ഓളം ദിവസം ശക്തമായ രീതിയിൽ ഇന്ത്യ പ്രതികരിക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഭീകരവാദത്തെ അടിച്ചമർത്താൻ വേണ്ടി ശ്രമിക്കണം, ഇത് ഇല്ലായ്മ ചെയ്യണമെന്ന് പറയുന്നത് ഇന്ത്യയാണ്. 14 ദിവസം സമയം കൊടുത്തു. അവരതിനെ അത് ചെവിക്കൊണ്ടില്ല എന്നത് മാത്രമല്ല അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു, പിന്നെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അതിന് അവർ പറയുന്നത് ഞങ്ങളുടെ അടുത്ത് അണുവായുധമുണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ഭീഷണി മുഴക്കുകയാണ് അവിടെ ഇരുന്ന് ചെയ്യുന്നത്. അപ്പം ശക്തമായി തിരിച്ചടിക്കുക എന്നുള്ളത് എന്താണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. കാരണം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ സ്വസ്ഥമായി ജീവിക്കുന്ന ഇന്ത്യയിൽ പാകിസ്ഥാൻ മാത്രമാണ് ഈ ടെററിസം വളർത്തുന്നത്. ടെററിസത്തെ വളർത്തുന്ന ഈ ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏക രാജ്യം എന്ന് പറയുന്നത് പാകിസ്ഥാനാണ്. വേറെ രാജ്യങ്ങളില്ല എന്നുള്ളതാണ്. അപ്പം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ജനാധിപത്യം സംവിധാനം ഇല്ല എന്നുള്ളതാണ്. അവിടെ ആർമിയാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ രാജ്യം ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ രാജ്യത്ത് ഒരു ടെററിസം വളരുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? നമ്മുടെ സർക്കാരിനെ സമ്മതിച്ചു കൊടുക്കും, നമ്മുടെ ആർമിയെ സമ്മതിച്ചു കൊടുക്കും. ഇല്ലാതാക്കി അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ആ രാജ്യം തന്നെ ഒരു ടെററിസത്തെ ഡെവലപ്പ് ചെയ്യുകയാണ്. അവിടുത്തെ ടെററിസ്റ്റ് നേതാക്കന്മാരെ ഡെവലപ്പ് ചെയ്യണം. ഈ മസൂദ് അസർ എന്ന് പറയുന്ന ആൾ എത്രയോ വർഷങ്ങളായി അവിടെ ടെററിസം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര നാളെ ഇന്ത്യക്കെതിരെ അറ്റാക്ക് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ ഇതുവരെ ഈ രീതിയിൽ ഒരു തിരിച്ചടി നൽകിയിട്ടുണ്ടോ? തിരിച്ചടി ബലാക്കോട്ടിൻ്റെ കാര്യത്തിനകത്ത് വലിയ തിരിച്ചടി നൽകിയെങ്കിൽ കൂടെ നമ്മളൊരു യുദ്ധ സമാനത്തിലേക്ക് പോയിട്ടില്ല. എന്തുകൊണ്ടാണ് പോകുന്നത്? കാരണം യുദ്ധം എന്ന് പറയുന്നത് വലിയ രീതിയിൽ രണ്ട് രാജ്യങ്ങളെയും ബാധിക്കും, അല്ലെങ്കിൽ സാധാരണ ജനങ്ങളെ സിവിലിയൻസിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ്. പാകിസ്ഥാന് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? പാകിസ്ഥാൻ ചെയ്യാൻ കഴിയുന്നത് ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ചെയ്തു തന്നെയാണ്. അവരെ കൊണ്ട് മാക്സിമം ചെയ്യാൻ കഴിയുന്നത് എന്താണ്? അതിർത്തിയിൽ വന്നിട്ട് ഷെല്ലാക്രമണം നടത്തുക എന്നുള്ളതാണ്. മാക്സിമം അവർ ചെയ്തതാണ്. അതാണ് അവർ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അവരതിനേക്കാൾ മേലെ ഒന്നും ചെയ്യുമെന്നുള്ളത് ഞാൻ വിചാരിക്കുന്നേയില്ല. അങ്ങനെ ശേഷിയുള്ള ഒരു രാജ്യമായിട്ട് പാകിസ്ഥാനെ കാണുന്നില്ല. ലോകരാജ്യങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ ആണെങ്കിലും നമ്മുടെ പാലസ്തീൻ ആണെങ്കിലും GCC കൺട്രീസിലാണെങ്കിലും ഇന്ത്യക്ക് അവർ ഇന്ത്യയുടെ കൂടെ നിൽക്കുകയാണ്. അപ്പോൾ അതിന് കാരണം എന്താണ്? അതിന് കാരണം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു അറ്റാക്ക് ഈ പാകിസ്ഥാൻ നേരിടണം എന്ന് ആഗ്രഹിക്കുന്ന ലോകരാജ്യങ്ങളാണുള്ളത്. അമേരിക്ക വരെ വന്നിട്ട് ഉസാമ ബിൻ ലാദനെ പാകിസ്ഥാനിൽ ഇട്ടല്ലേ കൊന്നത്. കാരണം എന്തുകൊണ്ടാണ്? അവരടക്കം ഈ പറഞ്ഞ ടെററിസം വളർത്തുന്നു എന്ന് കണ്ടുപിടിച്ചതും തീരുമാനിക്കുന്നതും എന്താണ്? പാകിസ്ഥാൻ. അതുകൊണ്ട് ലോകരാജ്യങ്ങൾക്ക് അറിയാം എന്താണ് പാകിസ്ഥാൻ ചെയ്യുന്നതും ഏത് ശൈലിയിലാണ് പാകിസ്ഥാനെ ടെററിസം വളർത്തുന്നു എന്നുള്ളതാണ്. അവിടെ അരുൺ സാർ നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ ആൾക്കാരെ തെരഞ്ഞുപിടിച്ച് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് ഭീകരവാദികളാക്കി അയൽ രാജ്യത്തേക്ക് കയറ്റിവിടുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ലോകത്ത് വേറൊരു രാജ്യം ഉണ്ടാവില്ല. അങ്ങനെ ഒരു സംവിധാനം ഉണ്ട്. നമ്മൾ സാധാരണ മിലിറ്ററിയിലൊക്കെ ആളെ എടുക്കുന്നത് കേട്ടിട്ട്, മിലിറ്ററിയിൽ ആളെ എടുക്കുന്നതിനാണ് രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ എന്താണ്? ടെററിസത്തിന് വേണ്ടിയിട്ട് കുട്ടിക്കാലം മുതലേ റിക്രൂട്ട് ചെയ്ത് അവരെ പഠിപ്പിച്ച് രാജ്യത്തേക്ക് കയറ്റി വിടുകയാണ്. അപ്പം അങ്ങനെ ചെയ്തിട്ട് അവർ ചെയ്യുന്ന ശൈലി എന്ന് പറയുന്നത് വലിയ
വലിയ രീതിയിലുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് ആർമിയുടെ പ്രൊട്ടക്ഷനോട് കൂടി ടെററിസത്തെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എതിരായിട്ടുള്ള ഇന്ത്യയുടെ ശക്തമായ പ്രതികരണമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് കൂളായി ഇതുപോലെ ഓപ്പറേഷനുകളെ നേരിടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് പിന്നെ ബലാക്കോട്ട് പിന്നെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയ സമയത്ത് നമ്മൾ അന്ന് പിന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അതൊരു ആദ്യത്തെ അറ്റാക്കാണ്. അതൊരു എന്താ പറയുക, പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കണ്ടു. ഇതങ്ങനെയല്ല. ഇത് എന്ന് പറയുന്നത് രണ്ടാമതും അതേ ശൈലി, നമ്മൾ ഇടത്തോട്ട് ഇൻഡിക്കേറ്റർ ഇട്ട് വലത്തോട്ട് പോയി എന്ന് പറഞ്ഞതാണ്. നമ്മൾ ഇടത്തോട്ടാണ് പോകുന്നതെന്ന് രാജ്യം വിചാരിക്കുന്ന സമയത്ത് നമ്മൾ വലത്തേക്ക് പോയി അടിക്കുകയാണ്. അപ്പോൾ അത്തരം രീതിയിലുള്ള അറ്റാക്ക് നടത്താൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇന്ത്യയുടെ സൈന്യത്തിനും കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ ശക്തമായ രീതിയിലുള്ളൊരു മെസ്സേജാണ് ലോകരാജ്യങ്ങൾ കൊടുക്കുന്നത്. എങ്ങനെയാണ് ലോകരാജ്യങ്ങൾ കൊടുക്കുന്നത്? എന്താണ് ഈ സിന്ദൂർ എന്നൊരു പേരിടുന്നു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഓരോ കാര്യങ്ങൾ എന്ത് പേരിടണം, ഏത് രീതിയിലാണ് എന്നുള്ളത് വരെ കറക്റ്റായി. എന്തിനാണ് ഇന്ത്യയിലെ പിന്നെന്താണ് ഈ ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ട ഭാര്യമാരുടെ സിന്ദൂരം മായിച്ചവർക്കുള്ള മറുപടി ഇതാണ് എന്നുള്ളതിന് വേണ്ടി സിന്ദൂർ എന്ന് പറയുന്ന വൃത്തിയായ ഒരു പേരിട്ടു. അതെന്ന് പറയുന്നത് അതുകൊണ്ട് മാത്രമല്ല, അതിന് ആർമി ബ്രീഫിങ്ങിന് വേണ്ടിയിട്ട് 2 വനിതാ പിന്നെ ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. എത്ര വൃത്തിയായിട്ടാണ് അവനത് കൈകാര്യം ചെയ്യുന്നത്. അതൊക്കെ ലോകരാജ്യങ്ങൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവിടെ ഒരു സിവിലിയനെയും അറ്റാക്ക് ചെയ്തിട്ടില്ല, ഞങ്ങളവിടെ ഒരു സിവിലിയനെയും ഞങ്ങൾ കൊന്നിട്ടില്ല, ഞങ്ങൾ ഭീകരവാദികളെയാണ് കൊന്നതെന്നാണ് ഇന്ത്യ പറയുന്നത്. അപ്പോൾ ശക്തമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇവിടുന്ന് എവിടെയാണോ മിസൈൽ ഇടേണ്ടത്, എവിടെയാണോ തകർക്കേണ്ടത്, ഏത് പിന്നെ അവരുടെ പിന്നെ എന്താണ് ലൊക്കേഷനാണോ തകർക്കേണ്ടത്, അത് മാത്രമാണ് തകർത്തിരിക്കുന്നത്. 10 20 അടി വ്യത്യാസത്തിൽ മാത്രം വന്ന് കറക്റ്റായിട്ട് വീണു എന്നുള്ളതാണ്. അപ്പം അവർ പറയുന്നത് പോലെ പാകിസ്ഥാൻ്റെ വ്യോമാതിർത്തി ലംഘിച്ചിട്ടില്ല. നമ്മൾ പാകിസ്ഥാൻ്റെ വ്യോമാതിർത്തി ലംഘിച്ചാൽ പാകിസ്ഥാൻ വെടിവെച്ചിട്ടാൽ പാകിസ്ഥാനിലല്ലേ വീടുന്നത്, അത് ഇന്ത്യയിലെ അതിർത്തിയിലല്ല വീട്, ഇന്ത്യയിലല്ല വീടുന്നത്. അപ്പം വ്യോമാതിർത്തി ലംഘിക്കാതെ തന്നെ ഇന്ത്യയിൽ നിന്നും മിസൈലുകൾ പോയി ഈ പറയുന്ന ആക്രമണം നടത്തി 25 മിനിറ്റ് കൊണ്ട് തിരിച്ചു വന്നു എന്നുള്ളതാണ്. അപ്പം ശക്തമായ രീതിയിൽ തിരിച്ച് ഇതുപോലെയുള്ള അറ്റാക്കുകൾ ഇനിയൊന്നും പിന്നെ ഏറ്റെടുക്കാനുള്ള പ്രാപ്തി പിന്നെ പാകിസ്ഥാൻ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മസൂദ് അസർ പറഞ്ഞത് 10 പേരുടെ കൂടെ ഞാനും പോയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. കാരണം കിടുങ്ങിപ്പോയി. കാരണം മസൂദ് അസർ പറഞ്ഞത് ആ കൂടെ ഞാൻ പോകേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഞാനും പോയാൽ മതിയായിരുന്നു എന്ന് പറയുന്നത് കാരണം എന്ന് പറയുന്നത് അതിനെ ഇന്ത്യയെ തിരിച്ചടിക്കാനുള്ള അവർക്ക് ഒരു കഴിവൊന്നും അവരെ കൊണ്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോണ്ടാണ് ഇതുപോലെ ട്രെയിനിങ് നടത്തി ഇന്ത്യയുടെ ഉള്ളിലേക്ക് കയറി 1-2 ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് 10-25 ആൾക്കാരെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് വെടിവെച്ച് കൊല്ലുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഒരു ഇന്ത്യയുടെ മിലിറ്ററി അറ്റാക്ക് നേരിടാനുള്ള കഴിവൊന്നും പാകിസ്ഥാനില്ല എന്നുള്ളതാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ശക്തമായ രീതിയിൽ ഇന്ത്യ തിരിച്ചടിച്ചു എന്നുള്ളതാണ്. ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ്, ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളും ഒറ്റക്കെട്ടാണ്. എല്ലാവരും പ്രധാനമന്ത്രിയുടെയും ആർമിയുടെയും കീഴിൽ അണിനിരുന്നു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതോടുകൂടി തന്നെ ഈ പറയുന്ന ഇന്ത്യയുടെ മക്കളുടെ സിന്ദൂരം വായിച്ചവർക്ക് കിട്ടിയ വലിയ തിരിച്ചടിയാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, സുജയ, ഇവിടെ പഹൽഗാം ആക്രമണത്തിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ പഹൽഗാമിൽ ചെയ്തത് എന്താണ്? പഹൽഗാമിൽ സ്ത്രീകളെ മാത്രം, അതും ഹിന്ദു സ്ത്രീകളെയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുടുംബങ്ങളെയാണ് തെരഞ്ഞുപിടിച്ചത്. എന്നിട്ട് കലിമ ചൊല്ലാൻ ആവശ്യപ്പെടുന്നു, കലിമ ചൊല്ലാത്തവരെ വെടിവെച്ച് വീഴ്ത്തുന്നു. ആ നെറേറ്റീവ് ഇന്ത്യയിൽ പടരുകയും ഇന്ത്യയിലെ ഹിന്ദുവും മുസ്ലിമും തമ്മിൽ അടിച്ചു തീർക്കുകയും ചെയ്യും എന്നുള്ളതായിരുന്നു പാകിസ്ഥാൻ പദ്ധതി ഇട്ടിരുന്നത്. പക്ഷേ അത് നടന്നില്ല. പാകിസ്ഥാന്റെ ലക്ഷ്യം ആദ്യം തന്നെ ഇന്ത്യ ഒറ്റക്കെട്ടായി നിന്ന് പൊളിക്കുകയാണ് ചെയ്തത്. രണ്ടാമത്തെ കാര്യം സ്ത്രീകളോട് പറഞ്ഞത്, സ്ത്രീകളെ വെറുതെ വിടുകയാണ്. അതായത് ഒരു കുടുംബനാഥനും കുടുംബനാഥയും അല്ലെങ്കിൽ ഒരു അച്ഛനും മകളും ഒക്കെ ഒന്നിച്ചാണ് പഹൽഗാമിലേക്ക് വിനോദസഞ്ചാരത്തിനെത്തിയത്. ഇപ്പോൾ രാമചന്ദ്രന്റെ കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ രാമചന്ദ്രനും മകളും, ഭാര്യ അവിടേക്ക് വന്നില്ല. അവർക്ക് അത്രയും പഹൽഗാം വരെ എത്താൻ അല്ലെങ്കിൽ ബൈസൺ വാരി വരെ എത്താനുള്ള ആരോഗ്യമില്ലാത്തത് കൊണ്ട് അവരവിടേക്ക് വന്നിരുന്നില്ല. രാമചന്ദ്രനും മകളും കൊച്ചുമക്കളും ഒക്കെ കൂടിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മകളുടെ മുന്നിൽ വെച്ച് പോയിന്റ് ബ്ലാങ്കിൽ രാമചന്ദ്രനെ വെടിവെച്ച് കൊല്ലുകയാണ്. അപ്പോൾ അവിടെയും പറയുന്നുണ്ട്, കലിമ ചൊല്ലാൻ ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ ആ പറഞ്ഞതിന് ശേഷം നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ തിരിച്ചുപോയി നിന്റെ മോദിയോട് പറയൂ എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ സ്ത്രീകളെ വെറുതെ വിടുകയും അവരോട് മോദിയോട് പോയി പറയാൻ പറയുകയും ചെയ്തതിന്റെ മറുപടി പക്ഷേ മോദി അല്ല കൊടുത്തത് എന്നതാണ് ഈ അറ്റാക്കിലെ എനിക്ക് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് തോന്നിയത്. അത് സ്ത്രീകൾ തന്നെ വന്നിരുന്ന് വിശദീകരിക്കുകയാണ്. ഇതിനപ്പുറം ഒരു നാണക്കേട് പാകിസ്ഥാന് വരാനുണ്ടോ? സ്ത്രീകളെ വെറുതെ വിടുന്നു, സ്ത്രീകളെ ഒന്നും ഞങ്ങൾ കൊല്ലുന്നില്ല, സ്ത്രീകൾ ഞങ്ങൾക്ക് ഒരു ഇരയല്ല എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ സൈനിക ശക്തി എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകളും കൂടി ചേരുന്നതാണ്. പാകിസ്ഥാന് സ്വപ്നം കാണാൻ കഴിയുമോ? പാകിസ്ഥാന് ഒരു മിലിറ്ററി മേധാവിയായി അല്ലെങ്കിൽ മിലിറ്ററിയിൽ ഒരു ഈവൻ ഒരു കേണലായെങ്കിലും ഒരു സ്ത്രീയെ ചൂണ്ടിക്കാട്ടാൻ കഴിയുമോ? അപ്പോൾ
മാത്രമല്ല തെരഞ്ഞെടുത്ത 2 സ്ത്രീകളെയും ശ്രദ്ധിക്കണം, ഒരാൾ മുസ്ലിമും ഒരാൾ ഹിന്ദുവുമാണ്. ആ രീതിയിലാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. കൃത്യമായ പ്ലാനിങ്, ആ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സിക്യൂഷൻ. വ്യോമിക സിംഗ് അല്ലേ? വ്യോമിക സിംഗ്. അപ്പോൾ രണ്ട് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട 2 പേരെ, 2 കമ്മ്യൂണിറ്റിയിൽപ്പെട്ട 2 സ്ത്രീകളെ, അത് ഒന്ന് എയർഫോഴ്സും ഒന്ന് ആർമിയുമാണ്, അങ്ങനെ 2 പേരെ കൃത്യമായി ഡെപ്യൂട്ട് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ അവിടെ വന്ന് സെക്രട്ടറിക്ക് തന്നെ കാര്യങ്ങൾ പറയാം, അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രിയുടെ ബ്രീഫിംഗ് നമ്മൾ ആഫ്റ്റർനൂണിലാണ് കാണുന്നത്. ഇവരുടെ ബ്രീഫിങ്ങിന് ശേഷമാണ് പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ നമ്മൾ വൈകുന്നേരത്തോടു കൂടി മാത്രമാണ്, മണിക്കൂറുകൾക്ക് ശേഷമാണ് കാണുന്നത്. അപ്പോൾ പ്രതിരോധ മന്ത്രി പറയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പക്ഷേ ഇത് പാകിസ്ഥാനുള്ള ഒരു മറുപടി തന്നെയാണ്. പാകിസ്ഥാനെ യഥാർത്ഥത്തിൽ നാണം കെടുത്തുകയാണ് ചെയ്തത്. സ്ത്രീകളെ വെറുതെ വിട്ടിട്ട് അവരോട് പറയുന്നു, അതേ സ്ത്രീകൾ തന്നെ, ആ സ്ത്രീകളുടെ പ്രതിനിധികളായിട്ടാണ് ഇന്ന് ആ 2 ഓഫീസർമാരും അവിടെ വന്നിരുന്നത് സംസാരിച്ചത്. ഇതിൽ പരം ഒരു നാണക്കേട് പാകിസ്ഥാൻ ഇനി കിട്ടാനില്ല എന്നുള്ളതാണ്. ഇനി ഇതുപോലെയുള്ള ആക്രമണങ്ങൾക്ക്, ബുദ്ധിശൂന്യമായ ആക്രമണങ്ങൾക്ക്, മണ്ടത്തരങ്ങൾക്ക് പാകിസ്ഥാൻ ഇനി പഹൽഗാമിലേക്കെന്നല്ല ഇന്ത്യയുടെ ഒരു ഭാഗത്തേക്കും ഇങ്ങനെയുള്ള ആക്രമണങ്ങൾക്ക് വരില്ല. പിന്നെ ഇപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? കല്ല് വെറുക്കി എറിയുന്നത് പോലെ കുറേ ഷെല്ലാക്രമണം നടത്തുകയാണ്. അതും അതിർത്തിയിൽ ഇരുന്നു കൊണ്ട്, അവരുടെ സേഫ് സോണിൽ ഇരുന്ന് കല്ലെറിയുന്ന രീതിയിൽ ഷെല്ലിംഗ് നടത്തുകയാണ്. ആ ഷെല്ലിങ്ങിലൂടെ ലക്ഷ്യമിടുന്നത് ആരെയാണ്? ഇന്ത്യൻ സൈന്യത്തെ ഒന്നുമല്ല, അവിടെ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന സാധാരണക്കാരായ, ഒരു വഴിയുമില്ലാത്ത, പരമ്പരാഗതമായി അവിടെയൊക്കെ താമസിച്ചു വരുന്ന മനുഷ്യരെയാണ്. അതിലിപ്പോൾ പൂഞ്ചിൽ നിന്നൊക്കെയുള്ള അതിർത്തി പ്രദേശങ്ങളിലെ ആളുകൾ നഗരത്തിലേക്കൊക്കെ മാറി തുടങ്ങിയിരിക്കുന്നു. കാരണം പലർക്കും ഈ ആക്രമണം തുടരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇന്നത്തെ രാത്രി അവിടെ അതിജീവിക്കാൻ കഴിയില്ല എന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ അവരൊക്കെ നഗരപ്രദേശങ്ങളിലേക്ക് മാറുന്നുണ്ട്. നേരത്തെ നമ്മുടെ ആദിൽ പോയ പ്രദേശങ്ങളിലും ആളുകൾ മൂവ് ചെയ്ത് തുടങ്ങുന്നതിൻ്റെ, അവർ സാധനങ്ങളൊക്കെ എടുത്ത് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങളടക്കം നമ്മൾ തത്സമയം കാണുകയും ചെയ്തതാണ്. ഇനി ഈ ആക്രമണത്തെക്കുറിച്ച് അതിൽ ആർമിയുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പിന്നീടാണ്, ആർമിയുടെ ഔദ്യോഗികമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ രാജ്നാഥ് സിംഗ് സംസാരിച്ചതിന് ശേഷമാണ് വരുന്നത്. അതിൽ ആദ്യം അവരിട്ടത് ജസ്റ്റിസ് സെർവ്ഡ് എന്നാണ്, അതായത് നീതി നടപ്പാക്കിയെന്നാണ്. ഞങ്ങൾ ആക്രമിച്ചു എന്നോ തിരിച്ചടിച്ചു എന്നോ അല്ല ഉപയോഗിക്കുന്നത്, നീതി നടപ്പാക്കി. ആ വാക്കിൽ അതെല്ലാം ഉണ്ട്. നീതിയാണ്. പഹൽഗാമിൽ ജീവൻ പൊലിഞ്ഞ സാധാരണക്കാരായ മനുഷ്യരാണ്, സിവിലിയൻസ് ആണ്. അവരുടെ മരണത്തിന് അല്ലെങ്കിൽ അവരെ കൊന്ന ഭീകരരോടുള്ള പകരം വീട്ടൽ അതാണ് ചെയ്യുന്നത്. പക്ഷേ അവിടെ നീതി നടപ്പാക്കി എന്ന വാക്ക് ഉപയോഗിക്കുന്നത് വളരെ ക്ലിയറായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അവിടെ നീതി നടപ്പാക്കുന്നതിനായി ആക്രമിച്ച 5 ഭീകരരെ കൊന്നാൽ നീതി നടപ്പാകുമോ? ഇല്ല. ആ 5 ഭീകരരെയും ഒരുക്കി വിട്ടവരെ ആ മണ്ണിൽ പോയി കൊടുക്കും. ആ മിട്ടിമേം എന്ന് പറഞ്ഞു നരേന്ദ്രമോദി മധുബനിയിലെ റാലിയിൽ ആ മണ്ണിൽ തന്നെ പോയി കൊടുത്തിരിക്കുന്നു. ആ മണ്ണെന്ന് പറയുന്നത് പാകിസ്ഥാന്റെ മണ്ണാണ്. പാക് ഒക്യുപ്പൈഡ് കശ്മീരിലും പാകിസ്ഥാനിലുമായിട്ടുള്ള 9 ഇടങ്ങളിൽ പാകിസ്ഥാന്റെ മണ്ണിൽ പോയി എന്ത് ചെയ്തു? ആ മണ്ണോട് ചേർക്കുകയാണ് ചെയ്തത്. ആ മണ്ണിൽ തന്നെ, ആ മണ്ണിലാണ് ഭീകരതയ്ക്ക് വളമിട്ട് കൊടുത്ത് ഭീകരവാദികളെ അവിടെ ട്രെയിനിങ് കൊടുത്ത് വളർത്തിയെടുത്തത്. ആ മണ്ണിൽ പോയി അവരെ അടിച്ച് അവിടെ തന്നെ ഇട്ടിട്ട് തിരിച്ചു വരികയാണ് സുരക്ഷിതമായി നമ്മുടെ സേനാ വിഭാഗങ്ങൾ. പാകിസ്ഥാൻ വലിയ അവകാശവാദങ്ങൾ, കൂടുതലും മിസ്ഇൻഫർമേഷനാണ്, അതെല്ലാം നമ്മൾ ഫാക്ട് ചെക്ക് നടത്തി തോൽപ്പിച്ചു. ഒരു ഇൻഫർമേഷൻ വാർ കൂടി കഴിഞ്ഞ രാത്രിയിൽ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അല്ലാത്ത പക്ഷം ഈ ഫോൾസ് നറേറ്റീവ്സ് ഒക്കെ നമ്മൾ അടക്കമിരുന്ന് ഇപ്പോൾ ചർച്ച ചെയ്തേനെ. ദ ഹിന്ദുവിന് ഒരു അബദ്ധം പറ്റി, അത് അവർ തിരുത്തുകയും ചെയ്തു. ഈ ഫോൾസ് നറേറ്റീവ്സ് വലിയ രീതിയിൽ ബിഗ് ലൈസ് ആണ് പാകിസ്ഥാൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടേയിരുന്നത്. ഞങ്ങൾ അടിച്ചു, ഞങ്ങൾ വിമാനങ്ങൾ തകർത്തു എന്നൊക്കെ. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് പോയ വിമാനങ്ങൾ, അല്ലെങ്കിൽ പാകിസ്ഥാൻ നിരീക്ഷണത്തിന് വിട്ട വിമാനങ്ങളിൽ ചിലത് പാകിസ്ഥാൻ തന്നെ അബദ്ധത്തിൽ വെടിവെച്ചിട്ടു എന്ന് പാകിസ്ഥാനികളായ ആളുകളുടെ വ്ളോഗുകളടക്കം ഇപ്പോൾ എക്സ് പ്ലാറ്റ്ഫോമിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വസ്തുതാ പരിശോധന നടത്തേണ്ടതുമാണ്. എന്തായാലും ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു യുദ്ധവിമാനം വെടിവെച്ചിട്ടുണ്ടെങ്കിൽ, പാകിസ്ഥാനല്ലേ ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ, ഉറപ്പായും അവരുടെ ഈ ആക്രമണത്തിന് ശേഷമുള്ള ഒരു ദൃശ്യമെങ്കിലും അല്ലെങ്കിൽ ഒരു ഇമേജ് എങ്കിലും അവർ പുറത്തുവിടുമല്ലോ. ഇമേജുമില്ല, ദൃശ്യവുമില്ല. അപ്പോൾ ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, വെറുതെ ഇരുന്നിങ്ങനെ ഞങ്ങളിങ്ങനെ ചെയ്തു എന്ന ജാലിയൻ കണാരൻ ശൈലിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി. അതും ദേശീയ അസംബ്ലിയിൽ വന്നിരുന്ന് ഈ നുണയൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ തള്ളിവിടുകയാണ്. പക്ഷെ അതിനൊന്നും ഒരു തെളിവ് കാട്ടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതേസമയം നമ്മൾ എന്താണ് ചെയ്തത്? നമ്മൾ പ്രിസൈസ് ആയിട്ടുള്ള ഒരു ആക്രമണമാണ് നടത്തിയത്. ആ എത്രത്തോളം കൃത്യമായിരുന്നു എന്നതിന് ആക്രമണത്തിന് മുൻപുള്ള ആ സൈറ്റിന്റെ റിയൽ ടൈം ഫുട്ടേജ് എന്താണെന്ന് കാണിക്കുന്നു. ഈ വാർത്താ സമ്മേളനം അതുകൊണ്ടൊക്കെയാണ് ശ്രദ്ധേയമാകുന്നത്. നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ ഈ സംശയങ്ങളൊക്കെ ഉയർത്തുന്ന പലരും ഉണ്ടാകും. യുദ്ധമല്ല നമുക്ക് വേണ്ടത് സമാധാനമാണ് എന്നൊക്കെ പാകിസ്ഥാൻ വേണ്ടി കരയുന്നവരുണ്ടാകും. അവരെ കൂടി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ റിയൽ ടൈം ഫുട്ടേജ് പുറത്തുവിട്ടത്. അന്ന് ബാലാക്കോട്ടിൽ പോയി അടിച്ചപ്പോൾ തെളിവെവിടെ? പൈൻമരക്കാടാണ് എന്ന് ദേശീയ മാധ്യമങ്ങളിൽ, രാജ്യാന്തര മാധ്യമങ്ങളിൽ കുറെ പേരെയൊക്കെ കൊണ്ടുപോയി അവിടെ നിന്ന് പാകിസ്ഥാൻ അനുകൂലമായി സംസാരിക്കുന്ന റിപ്പോർട്ടേഴ്സിനെ അടക്കം കൊണ്ടുപോയി പല പ്രസിദ്ധീകരണങ്ങളിലും വരുത്തിയിരുന്നു. ബാലാക്കോട്ട് ആക്രമണത്തിന്റെ സമയത്ത് പൈൻമരക്കാടുകളാണ് അവിടെ കത്തിച്ചത്, അല്ലാതെ ഒരു ഭീകര കേന്ദ്രവും തകർത്തിട്ടില്ല എന്ന മട്ടിലൊക്കെ ഇന്ത്യക്കെതിരായ നറേറ്റീവ് സൃഷ്ടിക്കാൻ പാകിസ്ഥാന് ഭാഗികമായെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത്തവണ അതിനുള്ള ഒരു ചാൻസ് പോലും, 0 ചാൻസ് പോലും കൊടുക്കാതിരിക്കുന്നതിനാണ്
കൊണ്ടാണ് റിയൽ ടൈം ഫുട്ടേജ് വെച്ചുകൊണ്ടുള്ള ഒരു വാർത്താ സമ്മേളനം ആ ബ്രീഫിംഗ് ഇന്ന് നടത്തിയത്. അതെ, അതാണ് സാർ. കാരണം മസൂദ് അസറിനെ പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? 18 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു കേന്ദ്രം, അതിന്റെ സറൗണ്ടിങ് ഏരിയ അത് കൃത്യമായി മാപ്പ് ചെയ്ത് കാണിക്കുകയാണ്, ഔട്ട്ലൈൻ ചെയ്ത് കാണിക്കുകയാണ്. ആ ബ്രീഫിംഗിൽ നമ്മുടെ വനിതാ ഉദ്യോഗസ്ഥർ ഔട്ട്ലൈൻ ചെയ്ത് കാണിക്കുകയാണ്. എന്നിട്ട് ഇതിനുള്ളിലെ ഇന്ന സാധനങ്ങളാണ് അല്ലെങ്കിൽ ഇന്ന സ്ഥാപനങ്ങളാണ് അവിടെ പ്രവർത്തിച്ചിരുന്നത്, എന്തിന്റെ ടെറർ ക്യാമ്പാണ്, അതിന്റെ ഓരോ സമയം കൂടി ഞാൻ പറയാം. ആദ്യത്തെ ടാർഗറ്റിൽ നമ്മൾ അടിക്കുന്നത് 1-4-നാണ്, 1-5-നല്ല 1-4-നാണ്. 1-4-ന് ആദ്യം അബ്ബാസ് ടെററിസ്റ്റ് ക്യാമ്പ്, കോട്ട്ലിയിലെ അബ്ബാസ് ടെററിസ്റ്റ് ക്യാമ്പ് എന്ന് പറയുന്ന ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് പാക് ഒക്യുപ്പൈഡ് ജമ്മു കാശ്മീരിൽ 13 കിലോമീറ്റർ അപ്പുറത്തുള്ളതാണ്. അത് ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു നാഡീ ഞരമ്പാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു നെർവ് സെന്റർ ആണ്. അതായത് അവിടെയാണ് ഏറ്റവും കൂടുതൽ, അതായത് ഈ ബോംബേഴ്സ്, സൂയിസൈഡ് ബോംബേഴ്സ് ഏറ്റവും കൂടുതൽ പരിശീലിപ്പിക്കപ്പെടുന്ന സ്ഥലത്താണ് ആദ്യത്തെ അറ്റാക്ക് നമ്മൾ നടത്തിയത്. അവിടെ 50 തീവ്രവാദികൾക്ക് ഒരേ സമയം ചാവേറുകളാകാനായിട്ടുള്ള പരിശീലനം നൽകുന്നതാണ്. അവരെയാണ് നുഴഞ്ഞു കയറി ഇന്ത്യയുടെ അതിർത്തി കടന്ന് ഇപ്പുറത്തേക്ക് വരുന്നത്. ആ ചാവേറുകളെ പരിശീലിപ്പിക്കുന്ന 50 ചാവേറുകൾ, ഇങ്ങനെ നമ്മൾ ഈ അടവെച്ച് കോഴിയെ വിരിയിക്കില്ലേ, അതുപോലെ ഈ അടവെച്ച് വിരിയിക്കുകയാണ് അവിടെ തീവ്രവാദികളെ. എന്നിട്ട് അവർ നുഴഞ്ഞു കയറി ഇപ്പുറത്തേക്ക് വരികയാണ്. ആ രീതിയിൽ ഉള്ള ആദ്യത്തെ കേന്ദ്രത്തിലേക്ക് 1-4-ന് പോകുന്നു. രണ്ടാമത്തേത് 1-8-നാണ് രണ്ടാമത്തെ ടാർഗറ്റ്, ഗുൽപൂർ ടെററിസ്റ്റ് ക്യാമ്പ്, കോട്ട്ലിയിലെ തന്നെ ഗുൽപൂർ ടെററിസ്റ്റ് ക്യാമ്പ് 30 കിലോമീറ്റർ അപ്പുറത്താണ് ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് പാക് ഒക്യുപ്പൈഡ് ജമ്മു കാശ്മീരിൽ. അത് കൺട്രോൾ സെന്റർ ആൻഡ് ബേസ് ഓഫ് ലഷ്കർ ഇ തൊയ്ബയാണ്. ഞാനിത് ഇന്ത്യൻ ആർമിയാണ് കോട്ട് ചെയ്യുന്നത്. ലഷ്കർ ഇ തൊയ്ബയുടെ കൺട്രോൾ സെന്റർ ആൻഡ് ബേസ് ആണ്. അവിടെ അത് ഉപയോഗിച്ചിരുന്നത് ജമ്മു കാശ്മീരിൽ നമ്മുടെ മണ്ണിൽ, നമ്മുടെ കശ്മീരിൽ നമ്മൾ ഭീകരതയെ അല്ലെങ്കിൽ ഭീകരതയ്ക്കായി റിക്രൂട്ട് ചെയ്യപ്പെടുന്ന യുവാക്കളെയൊക്കെ ടൂറിസത്തിലേക്കും മറ്റ് ഉപജീവന മാർഗങ്ങളിലേക്കും തിരിച്ചു കൊണ്ടുവന്ന് അവരെല്ലാം മറ്റൊരു ജീവിതത്തിലേക്ക്, സമാധാനത്തോടെയുള്ള ജീവിതത്തിലേക്കൊക്കെ അങ്ങനെ വഴിതെറ്റി പോകാമായിരുന്ന യുവാക്കൾ പോലും തിരിച്ചു വരുമ്പോൾ അതേ രീതിയിൽ അപ്പുറത്ത് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ആളുകളെ റിക്രൂട്ട് ചെയ്യുകയാണ്. ഇന്ത്യൻ സൈഡിൽ നിന്നും ആളുകളെ അവിടേക്ക് വിദ്യാഭ്യാസം നൽകാം, അതുപോലെ ജോലി നൽകാം. ഈ പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത ഒരാളുടെ ബന്ധു നൽകിയ സൗണ്ട് ബൈറ്റാണ്. അവൻ പഠിക്കാൻ പോയതാണ് പാകിസ്ഥാനിലേക്ക്, അല്ലെങ്കിൽ പാക് ഒക്യുപ്പൈഡ് ജമ്മു കാശ്മീരിലേക്ക് പഠിക്കാൻ എന്ന പേരിലാണ് പോയത്. 2 വർഷം മുൻപ് പോയതാണ്. തിരിച്ച് വന്നതിന് ശേഷം ഞങ്ങൾക്ക് ഒരു കോൺടാക്റ്റുമില്ല. അന്ന് ആ വീട് ഇടിച്ചു തകർത്ത ആ പഹൽഗാം ആക്രമണത്തിൽ പങ്കെടുത്ത ആളുടെ ബന്ധു പറഞ്ഞ വാചകമാണ്. അപ്പോൾ അവിടെ ഈ പരിശീലനം എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ആ കേന്ദ്രവും തകർത്തു. ഇന്ത്യൻ സൈഡിൽ നിന്ന് ഒരാളെ പോലും ഇനി കൊണ്ടുപോകുന്നതിന് ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു സെന്റർ ഇനി ഇല്ല എന്നുള്ളതാണ്. മൂന്നാമത്തേത് മെഹ്മൂന ജോയ ടൂറിസ്റ്റ് ക്യാമ്പാണ് സിയാൽകോട്ട് എന്ന് പറയുന്നത്. അത് അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് 12 കിലോമീറ്റർ മാത്രം അകലെ നിൽക്കുന്നതാണ്. അത് ഹിസ്ബുൾ മുജാഹിദീന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിനിങ് സെന്റർ ആണ് ഈ മെഹ്മൂന ജോയ ടെററിസ്റ്റ് ക്യാമ്പ് എന്ന് പറയുന്നത്. ഈ ക്യാമ്പ് ഞാൻ ഈ 3 എണ്ണത്തിന്റെ എടുത്തു പറയാൻ കാരണം ഇത് 3ഉമാണ് യഥാർത്ഥത്തിൽ പാകിസ്ഥാനിൽ നിന്ന് ഭീകരരെ റിക്രൂട്ട് ചെയ്ത് പരിശീലിപ്പിച്ച് ഇന്ത്യയിലേക്ക് കയറ്റിവിടുന്നത്. ബാക്കിയുള്ള ഇടങ്ങളിലൊക്കെ ഈ പ്രധാനപ്പെട്ട നേതാക്കൾ, അല്ലെങ്കിൽ ഈ ലഷ്കറിന്റെയും ഹിസ്ബുൾ മുജാഹിദീന്റെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഒക്കെ വലിയ നേതാക്കൾ, ബിഗ് ബോസസ് ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. അവരുടെ സറൗണ്ടിങ് ആയിട്ടുള്ള, അവരുടെ കൂട്ടാളികളായിട്ടുള്ള, വലങ്കൈകളായിട്ടുള്ള ആളുകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്, ഫാമിലി ഉള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഇത് 3 എന്ന് പറയുന്നത് ട്രെയിനിങ് സെന്റേഴ്സ് ആണ്. ഈ 3 സംഘടനകളുടെയും ട്രെയിനിങ് സെന്റേഴ്സ് ആണ്. ഈ 3 സെന്ററുകളും തകർത്തിരിക്കുകയാണ്. ഇതിനിടയിൽ നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം പാകിസ്ഥാന്റെ ഈ സർവൈലൻസ് സംവിധാനമാണ്. പാകിസ്ഥാന് യഥാർത്ഥത്തിൽ ഇപ്പോൾ പേടിക്കുന്നത് ഇന്ത്യ എവിടെയാണ് ആക്രമിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനുള്ള ഒരു സിഗ്നലിംഗ് സംവിധാനം പാകിസ്ഥാനില്ല. അതാണ് അവരെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ത്യയെ അടിച്ചെന്ന് അവർ നുണ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യ അങ്ങോട്ടേക്ക് അടിക്കാൻ വരുന്നത് അവർക്ക് മനസ്സിലാക്കാൻ പോലുമുള്ള ഒരു സംവിധാനം അവരുടെ കയ്യിലില്ല എന്നുള്ളതാണ്. അവരുടെ റഡാർ സിഗ്നലിംഗ് സിസ്റ്റം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കുന്നതിന് റഡാറുകളിൽ പെടുന്നതല്ല നമ്മൾ അയച്ച മിസൈൽ സംവിധാനം എന്ന് പറയുന്നത്. പക്ഷേ റഡാറുകൾ അല്ലെങ്കിൽ ഒരു സിഗ്നലിംഗ് സംവിധാനം എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റേത് പതറ്റിക്കാണ്. അവർക്ക് ഇന്ത്യയോട് ഏറ്റുമുട്ടി നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള എന്താണ് അവരുടെ കയ്യിലുള്ള ആയുധശേഷി അല്ലെങ്കിൽ ഒരു സിഗ്നലിംഗ് സംവിധാനം എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കി വേണം ഈ സാഹചര്യത്തെ അനലൈസ് ചെയ്യാൻ എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. അതോടൊപ്പം തന്നെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ എൻ രാമചന്ദ്രൻ്റെ പൊതുദർശനം നടന്നത് ഓർമ്മ കാണുമല്ലോ, ഇടപ്പള്ളിയിൽ. അവിടെ അവിടെ വന്ന ആരെങ്കിലും തിരിച്ചടിക്കണം, അവിടെ പോയി കൊല്ലണം, പാകിസ്ഥാൻ വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുക, അങ്ങനെയൊന്നും ഉണ്ടായില്ല. അദ്ദേഹം ഒരു സ്വയം സേവകനായിരുന്നു രാമചന്ദ്രൻ, ഇടപ്പള്ളിയിലെ രാമചന്ദ്രൻ. വേണമെന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കമായിരുന്നു അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർക്ക്. പക്ഷേ ആ രീതിയിലുള്ള ഒരു മുദ്രാവാക്യവും ഉണ്ടായിരുന്നില്ല. അവിടുത്തെ പ്രാർത്ഥനയിൽ മുഴങ്ങിയത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നത് മാത്രമാണ്. പക്ഷേ സമാധാനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ സമാധാനം ഉണ്ടാകണം, യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്നൊക്കെ ഇപ്പോൾ വലിയ
ഈ അഡ്വക്കസി പറയുന്ന ആളുകളോട് ഈ വീടുകളിലുണ്ടായ മുറിവിന് 26 മനുഷ്യജീവനുകളുടെ അവരുടെ കുടുംബങ്ങളിൽ വീണ മുറിവിന് നിങ്ങൾ സമാധാനം പറഞ്ഞുകൊണ്ടിരുന്നാൽ അവർക്ക് സമാധാനമാകുമോ എന്നുള്ളതാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് യുദ്ധം വരുന്നതുവരെ, മിസൈൽ വരുന്നതുവരെ നിങ്ങൾക്കിതൊന്നും മനസ്സിലാകില്ല എന്ന് പറയുന്നവർ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ വീട്ടിൽ ഒരാൾ നിങ്ങളുടെ കൺമുന്നിൽ പോയിന്റ് ബ്ലാങ്കിൽ ഭീകരവാദിയാൽ കൊല്ലപ്പെടുമ്പോഴും നിങ്ങൾ ഇത് പറയുമോ എന്നുള്ളതാണ്. അങ്ങനെ മറുപടി പറയുന്നവരോടുള്ള എൻ്റെ ചോദ്യം. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സംവിധാനങ്ങളെല്ലാം ശക്തമാണ്. നാളെ സർവകക്ഷി യോഗം രാവിലെ 11 മണിക്ക് ചേരാൻ പോവുകയാണ്. പ്രതിപക്ഷത്തിന് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് നീക്കിക്കൊടുക്കുന്നതിനായി കേന്ദ്ര പ്രതിരോധ മന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ആ യോഗത്തിൽ പങ്കെടുക്കുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ചുരുക്കത്തിൽ. പക്ഷേ ഇന്നത്തെ രാത്രി നിർണായകമാണ് ഉണ്ണി ബാലകൃഷ്ണൻ. ഈ ദിവസം ഇന്ന് രാത്രിയിൽ നമ്മളെല്ലാവരും, അതുപോലെ മാധ്യമപ്രവർത്തകരാണെങ്കിലും ശരി, എല്ലാവരും അലേർട്ടാണ്. ഇന്നലെ രാത്രിയിൽ പൂരം വെടിക്കെട്ടിന് വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങിയിരുന്നത്. ഇന്നലെ 2 മണി മുതൽ തന്നെ നമ്മളുടെ വാർത്താസംഘം പൂർണ്ണ സജ്ജമായി ലൈവിലേക്ക് വരാനുള്ള കാരണം തൃശ്ശൂർ പൂരത്തിൻ്റെ ലൈവ് കൊടുക്കാൻ വേണ്ടി ഇരുന്ന നമ്മളാണ്. പക്ഷേ മറ്റൊരു വെടിക്കെട്ടിൻ്റെ വാർത്തയാണ് നമുക്ക് കൊടുക്കേണ്ടി വന്നത്, അല്ലേ? അപ്പോൾ ഇന്നത്തെ രാത്രിയും നിർണായകമാണ്, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ എല്ലാവരും അലേർട്ടായിരിക്കും. Meet the editors.